എല്ലാ വീടും ചെയ്യണ പോലെ ഇന്നും മൂഞ്ചി എവിടെ ഇപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണുള്ള അവസ്ഥ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞേജി വ്ളോഗ്സിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലക്കപ്പാറയിലാണ്. മലക്കപ്പാറയിൽ ബാക്കിലാണ് തേയിലത്തോട്ടങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ വന്നത് KSRTC ബസ്സിലാണ്. അപ്പോൾ നമുക്ക് വന്ന കാഴ്ചകളിലേക്ക് ആദ്യം പോവാം, എന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള ശേഷമുള്ള കാര്യങ്ങളും പങ്കുവെക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ KSRTC സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടുന്ന് 7:50 മലക്കപ്പാറയ്ക്ക് ബസ് എടുക്കുക. അപ്പോൾ ഇവിടെ നേരെ ഒരു ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ഉണ്ട് അവിടേക്ക്. ഒരു 11:30 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും, മലക്കപ്പാറയിലെത്തും. പിന്നെ അവിടെയുള്ള വിശേഷങ്ങളാണ് കാണിക്കാനുള്ളത്. പിന്നെ പോകുന്ന വഴി നമ്മൾ അതിരപ്പള്ളി, വാഴച്ചാൽ, അതുപോലെ തന്നെ മറ്റേ തുമ്പൂർ മൊഴി, ആ ഭാഗങ്ങൾ വഴിയൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം. പോയാലോ. സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ ബസ് എടുത്തു. ഇനി ഇവിടുന്ന് നേരെ അതിരപ്പള്ളി റോഡ് കയറും. ആ റോഡ് കയറിയ ശേഷമാണ് വാൽപ്പാറയ്ക്കുള്ള റോഡ് പോണത്. അപ്പം നമുക്ക് പോണ വിശേഷങ്ങളായിട്ട് പോവാം. ഇനിയിപ്പോൾ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് വണ്ടി കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയതിന് ശേഷം 8:10 കൂടിയിട്ടാണ് വണ്ടി എടുക്കുക. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ വില 102 രൂപയാണ്. ഒരാൾക്ക് 102 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. നമ്മളപ്പോൾ വണ്ടി എടുത്തു, കൊടുന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ ഏകദേശം 8:16 7:50 KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിട്ട് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിൽ നിർത്തും. അവിടുന്ന് പിന്നെ 8:16 8:15 ആയിട്ട് നേരത്തൊക്കെയാണ് വണ്ടി എടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ വില 102 രൂപ ഒരാൾക്ക് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോലും അതുവരെ പോകണമെങ്കിൽ പെട്രോൾ പേയ്മെൻ്റൊക്കെ വരുമ്പോൾ പെട്രോൾ അലവൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബസ്സിലുള്ള യാത്ര ലാഭമാണ്. 102 രൂപ വരണുള്ള ഒരാൾക്ക്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് കാഴ്ചകൾ കാണുമ്പോൾ. ബസ്സിലായാലും ബൈക്കായാലും രണ്ട് വ്യത്യാസമുണ്ട്. യാത്ര പോകുന്നതിൻ്റെ ഒരു ഇതിൽ ബൈക്കിലാവും പിന്നെയും രസം കൂടുതൽ. പിന്നെ നമ്മൾ ബസ്സിലാകുമ്പോൾ വൺ സൈഡൊക്കെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഇതൊന്നുമില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ. ഇനി പോണ വഴിയിലും അതിരപ്പള്ളി റോട്ടിലേക്ക്, അതിരപ്പള്ളി ആ വഴിയാണ് തിരിയുക. പിന്നെ അവിടെ നിന്ന് പോണ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിരപ്പള്ളി പോയപ്പോൾ കണ്ട കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും കാണും. പിന്നെ അതിന് ശേഷമാണ് വാഴച്ചാൽ അതിരപ്പള്ളി നമ്മൾ കഴിഞ്ഞ വട്ടം കണ്ടിട്ടില്ലേ, സിലോ സ്ട്രോം വരെ എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുക ചെയ്തത്. അപ്പോൾ ആ വഴികൾ കാണിക്കാം. അപ്പോൾ പോവാം. ഒരു സ്ഥലം കാണുന്നതെന്ന് വെച്ചാൽ മറ്റേ പ്രളയത്തിൻ്റെ സമയത്ത് ഉരുള് പൊട്ടിയേക്കില്ലേ, ഉരുള് പൊട്ടിയ ഭാഗമാട്ടത്. ആ ഗ്യാപ്പ് ഒരു വഴി പോലെ കിടണ്ട, ആ വഴി കിടന്ന ഉരുള് പൊട്ടിയ ഭാഗമാണ്. ആ പ്രളയം കഴിഞ്ഞ നേരത്തൊക്കെ അതിരപ്പള്ളി വരെ ഒരു വട്ടം ബൈക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും ആകെ മരങ്ങളൊക്കെ പൊട്ടി വീണിട്ടൊക്കെ കിടക്കണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ പറ്റുന്ന ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവണത്. വണ്ടിയിൽ ബോറടിയൊന്നും ഇല്ല കേട്ടോ. വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്, ബാക്കിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇവിടുന്ന് പോണ വഴിയിൽ തന്നെ അതിരപ്പള്ളി ആ ഭാഗത്തേക്കുള്ള വീടുള്ളവർക്കൊക്കെ അവിടേക്ക് പോകാനൊക്കെ, ജോലിക്ക് എന്തെങ്കിലും ആവശ്യത്തിലേക്ക് പോകാനുള്ളവർക്ക് ഈ വണ്ടിയിലേക്ക് കയറണൊക്കെ ഉണ്ട്. വണ്ടി നിർത്തിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. സാധാരണ KSRTC ബസ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പുകളൊന്നും ഇല്ല, ഒറ്റപ്പടയാണ്. അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, നിർത്തിയിട്ടൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട് വണ്ടിയിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റൊക്കെ എത്ര മണിക്കൊക്കെ ഒരു ആൾക്കാർ കുറയും. മലക്കപ്പാറയ്ക്കുള്ള ആൾക്കാർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുമെന്ന് പറഞ്ഞത്. അത് ഇവിടെ കറക്റ്റ് സ്ഥലം അറിയില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ നിർത്തുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. കറക്റ്റ് സ്ഥലം സ്പോട്ട് കാര്യങ്ങൾ അറിയില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്താണ് തോന്നുമ്പോൾ നിർത്തണേ, അറിയില്ല. അത് അവിടെ എത്തിയിട്ട് കാണാം.
clap your hands to the beat, grab your champagne glass tonight. We toast to freedom in the Caribbean, yeah, in the Caribbean, yeah. Dan, 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 smoke, smoke, smoke. Fire it up, let our lanterns paint the night sky red. Paint the night sky red, yeah, yeah. We'll drink honey by the ocean, it's our favorite potion. Come on baby, let me tell you one time that our days will never end, yeah. No, our days will never end, yeah. No. Come on baby, let me tell you one time that our fire got a love and you never break apart. We're moving away to the sea, moving away, can't you see? വാഴച്ചാലിൻ്റെ മെയിൻ ബോർഡർ വരുന്നത്. ഇനി അടുത്തതിന് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷമാണ് മലക്കപ്പാറയ്ക്കുള്ള റോഡ് സ്റ്റാർട്ടിങ് ചെയ്യണത്. ഇവിടേക്ക് വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ കാണുക. ഇപ്പോൾ കൊറോണ ഇഷ്യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിരിക്കും. കോൺടാക്ട് ചെയ്തതിന് ശേഷം വരിക, ഇവിടെ ഓപ്പൺ ആണോ എന്നുള്ള കോൺടാക്ട് ചെയ്തതിന് ശേഷം വരിക. ഇനിയിപ്പോൾ നേരെ കാണുന്നത് ചെക്ക് പോസ്റ്റാണ്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ മലക്കപ്പാറയ്ക്കുള്ള വഴിയാണ്. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കട അവിടെ നിർത്തിയേക്കാണ്. ലൈറ്റായിട്ട് ഒരു 10 മിനിറ്റ് ടൈമാണ് ഇവിടെ നിർത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വണ്ടി എടുക്കും. അപ്പോൾ അതിനുള്ളിൽ ഒരു ചായ കുടിച്ചിട്ട് അപ്പോൾ തന്നെ വണ്ടിയിൽ കയറാം. നമ്മളിപ്പോൾ ചായ കുടിച്ച് ഇറങ്ങി അവിടെ നിന്ന് ബസ് എടുത്തു. കുറച്ചായിട്ട് വന്നിട്ട് കയറി നേരത്തെ ഓണാക്കാൻ പറ്റില്ല. ഭയങ്കര ധൃതിയാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇരുന്ന് ചായ കുടിക്കാനൊന്നും അവിടെ പറ്റില്ല. ഏകദേശം ഒരു 10 മിനിറ്റോളം കിട്ടിയിട്ടുള്ള. അപ്പോൾ ചെറിയൊരു കഷ്ണം ഫുഡ് പറഞ്ഞു. അവൾക്ക് 2 ഇഡ്ഡലി കഴിച്ച് പൈസ കൊടുക്കുമ്പോഴേക്കും വണ്ടി ഓണാക്കി അവിടെ വേഗം വന്ന് കയറി. ഇപ്പം എന്തായാലും അവിടെ എത്തിയതിന് ശേഷം എല്ലാം കഴിക്കാനൊക്കെ പറ്റില്ല. അവിടെ ഹോട്ടലും കാര്യങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല. അവിടെ എത്തിയതിന് ശേഷം അറിയാമല്ലോ. എന്തായാലും അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഉള്ളതിന് അവിടെ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ കാണാനൊക്കെ ആയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ ചെടികളിലൊക്കെ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ മുഖത്തേക്കൊക്കെ അടിച്ചാകെ ഇതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ കാണിക്കാം. ഇപ്പോൾ വാൽപ്പാറ ഷോള ഡാം, ഷോള പവർ ഹൗസ്, ആ റൂട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ പോണത്. അവിടേക്കുള്ള വഴി തിരിഞ്ഞു. നമ്മൾ അതിന് മുമ്പ് അടിയിലേക്ക് പോയിട്ട് KSEBിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇപ്പം എങ്ങാനും പാസഞ്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇറക്കാനും അവിടുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ഇതിലുള്ളതാണെന്നുണ്ട്, KSRTCയുടെ ഇതിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട് അവിടേക്കൊരു ട്രിപ്പ് ഉള്ളത്. അവിടെ കൊണ്ടതിന് ശേഷം വിട്ടാൽ വന്നിട്ടാണ് മലപ്പുറം റോഡ് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് വണ്ടി വന്നാലും ആദ്യം അവിടെ പോയിട്ട് അവിടേക്ക് കയറുന്നുണ്ട്. നമ്മൾ മലപ്പുറം റോഡ് കയറി. അപ്പോൾ അവിടേക്ക് എന്തൊരു ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല, കുറച്ചുകൂടി ഉള്ളതെന്ന് തോന്നുന്നു. ഏകദേശം ടൈം ഇപ്പോൾ 10:40 നമ്മളോട് ഒരു 11 മണി വന്ന കാലോട് കൂടിയിട്ട് മലക്കപ്പാറ എത്തുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം കുറച്ചുകൂടി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ടാവും ഇനി മിക്കത്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ഒന്നും കാണില്ല, മൊത്തം ആകെ മുകളിലും പുല്ലൊക്കെ ആയിരുന്നു. അതിപ്പോൾ അവിടെ കുറച്ച് വ്യൂ കാണാറുണ്ട്. എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ ഇനി കാണാനുള്ളൂ. വണ്ടിയിലായതുകൊണ്ട് ക്യാമറ ഇട്ട് തലയിട്ട് നോക്കി കഴിഞ്ഞാൽ കമ്പൊക്കെ ഒന്ന് മുഖത്തടിച്ച് പൊളിക്കും. അതിന് വേണം ഞാനെങ്ങനെ അവിടെ ഇരിക്കും നല്ലത്. ഞാൻ ബാക്കി അവിടെ എത്തിയതിന് ശേഷം കാണിച്ചത്.
ഇപ്പോൾ വാൽപ്പാറ എത്തിയിട്ട് ബസ് നമുക്കിനി ഇവിടെ നിന്ന് 12 ബസ് എടുക്കും. അല്ലെങ്കിൽ പിന്നെ 5 മണിക്ക് 5:10 ബസ് റിട്ടാൻ പോകും. അപ്പോൾ ഷോളയാർ ഡാം അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാനുള്ള പ്ലാനിലാണ് വന്നത്. സോളയാർ ഡാം അപ്പോൾ ഷോളയാർ ഡാം അതുപോലെ തന്നെ മലക്കപ്പാറ. പിന്നെ ആദ്യമായിട്ട് ഞാൻ വരണേ, ഇവിടെ എന്താ കാണാനൊന്നും അറിയിട്ടില്ല. അപ്പോൾ കുറേ കാണാണ്ടാവുമെന്ന് വിചാരിച്ച് തന്നെ. അപ്പോൾ ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് വരേണ്ടി അവിടത്തേക്ക് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഡാമിൻ്റെ അവിടേക്ക് ഇനി ഡാമിക്ക് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. അവിടെ ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 5 മണി വരെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ആകെ കുറച്ച് ഏരിയ മാക്സിമം 1.5 കിലോമീറ്റർ ഉൾവട്ടമുണ്ട്, അല്ല ഉള്ളിൽ സ്ഥലമുണ്ട് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക എന്നല്ലാണ്ട് കുറച്ച് തേയില കാണാന്നല്ലാണ്ട് ഒന്നും ഇനി ഇവിടെ കാണാനില്ല. അപ്പോൾ എന്തായാലും റിട്ടേൺ പോവാണ്. 12 ബസ് എടുക്കും. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോസിലല്ലാത്ത നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റ് ഇടുക. പോയി വ്ളോഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പോൾ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. വന്ന പോലെ ഇവിടെ ഇനിയിപ്പോൾ വാഗമൺ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച. ഇനി അവിടെ പോകുമ്പോൾ എന്താ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. ഇനി അവിടെയും ക്ലോസിലാണെങ്കിൽ പറഞ്ഞ പോലെയാവും, വീഡിയോ എടുക്കലും മടുക്കും. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ പോയി വ്ളോഗ് ചെയ്യാനുള്ളൊരു ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. പിന്നെ ബസ് റിട്ടാൻ വന്നിട്ടുണ്ട്. ഞാൻ 12:50 പോയില്ല, ഫുഡൊക്കെ കഴിച്ചതിനിരുന്നു. അപ്പോൾ സമയം 5 മണിയായി. ബസ് റിട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോവാണ്. പിന്നെ പോണ കാഴ്ചകൾ കാണിക്കാം. പോണ വഴിക്ക് എന്തെങ്കിലും കാണാൻ പറ്റിയ ഭാഗ്യം, അല്ല ആനയാ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റിയ ഭാഗ്യം കാണപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി നോക്കാം നമുക്ക്. പോയാലോ നമുക്ക്. തിരിച്ചു പോയോണ്ടിരിക്കുകയാണ്. നേരത്തെ വരുന്ന വഴിക്കൊരു മാന ഉണ്ട്, കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ക്യാമറ ഓണാക്കി നിൽക്കുമ്പോഴേക്കും മാന കണ്ടു. അപ്പോൾ അജു തൊട്ടപ്പുറത്ത് കണ്ടു. അജു കണ്ടില്ലേ മാന? അജു മാന കണ്ടു. ഒരു ചെറിയ മാൻകുട്ടി ചാടിയാണ്ട് അപ്പുറത്തേക്ക് ചാടി പോണ പോലെ. ഇനിയിപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും കാണാൻ പറ്റിയാൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ ഓണാക്കിയ. ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് ഒരു 5:10 ആകുമ്പോൾ വണ്ടി എടുത്തു. എന്നാലും ഉള്ളേരിയല്ലേ, കാട് വഴി കൂടെ അല്ലേ. അപ്പോൾ കാട് കൂടെ ആയതുകൊണ്ട് നല്ല ഇരുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വെളിച്ചം ഓപ്പൺ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു വെളിച്ചമുണ്ട്. ബാക്കി സൈഡൊക്കെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലെത്തി 8:45 ചാലക്കുടി സ്റ്റാൻഡിൽ വണ്ടി എത്തുമ്പോൾ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7:50 ചാലക്കുടിയിൽ നിന്ന് ബസ് എടുക്കും. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 11:30 അവിടെ എത്തും. 11:30 അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നുള്ളത് അപ്പം തന്നെ 12:50 റിട്ടേൺ ബസ് ഉണ്ട്. അതുകൂടാണ്ട് 5 മണിക്ക് റിട്ടേൺ ബസ് ഉണ്ട്. 5 മണിക്കാണ് ഞാൻ വന്നത്. 5 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ 8:30 കഴിഞ്ഞാൽ ചാലക്കുടി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക. പുതുതായിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.